കിട്ടിപ്പോയി നല്ലൊരു സാധനം കിട്ടിപ്പോയി. ജോലി ഉണ്ടാക്കിയോടോ? ആക്രി ആക്രി. തനിക്ക് ചാവ ഇൻഷുറൻസ് ഉള്ള വണ്ടി ഒന്നും കിട്ടിയില്ലടോ. അത് ശരി, വണ്ടി കൊണ്ട് കയറ്റിട്ട് ഇൻഷൂർ ചെയ്യാൻ നോക്കണം. താൻ എവിടെ നോക്കിയാണ് വണ്ടി ഓടിക്കണത്? ഞാൻ റോഡ് നോക്കി തന്നെ വണ്ടി ഓടിക്കുന്നത്. അല്ലെങ്കിൽ മുതലാളിമാരുടെ വണ്ടി കൊണ്ട് കയറ്റിയിട്ട് കാശ് പിടിക്കുന്ന പണി ചെലവന്മാർക്കുണ്ട്. കാലം നകത്തി അതിന്റെ ഇടയിൽ കൂടെ സൈക്കിൾ ഓടിക്കവന്മാര്. ഞാനാ പുല്ലേ സൈക്കിൾ ജാക്സണോ? തെണ്ടിത്തരം കാണിച്ചിട്ട് തെരുവ് പറ്റിയ പോലെ കുറയ്ക്കുന്നതാ പട്ടി. കേട്ടോ, മുതലാളിയുടെ ഇഷ്ട ജന്തുവിന്റെ പേര് ഇയാൾ എന്നെ വിളിച്ചു. നമ്മളെക്കാൾ നന്ദിയും സ്നേഹമുള്ള ജീവികളാണ് അവറ്റകൾ. ഓവനക്കുട്ട, പട്ടിയിൽ നിന്ന് ഇയാൾ വിളിച്ചതിന് ഇയാൾക്കൊരു ഷേക്ക് ഹാൻഡ് കൊടുക്കും. നമ്മളൊക്കെ മനുഷ്യരല്ലേ, പട്ടിയുടെ ബുദ്ധിയിലും കാണിക്കണ്ടേ? പ്ലീസ് കൊടുക്കൂ ഷേക്ക് ഹാൻഡ്. പണ്ടാരുടെ ന്യൂമാർക്ക് ഭ്രാന്തട്ടാണ്. ഓവനക്കുട്ട, ഇത് നമ്മുടെ സുധർമ്മയുടെ വീട്ടിലിരുന്ന പ്രതിമയല്ലേ? ആണോ? അതെ, ആനന്റെ തന്നെ. അതല്ലെന്ന്, നേരാണോന്ന് ഒന്ന് കണ്ടോട്ടെ. ശരിയാ മുതലാളി, യാതൊരു സംശയം വേണ്ട. ഇതാ നമ്പ്യാർ സാറിന്റെ വീട്ടിലെ ഷോക്കേസിൽ ഇരുന്ന പ്രതിമയാ മൊട്ടത്തലേൻ. അപ്പോ ഇതും ഓട്ടിച്ചോണ്ട് വരുന്ന വഴി വെപ്രാളത്തിന് കാറിന്റെ മുമ്പിൽ അങ്ങ് വീണു അല്ലേ? തോന്നിയാസം പറയരുത്. ഒരു ചെറുപ്പക്കാരൻ ഫ്രീ ആയിട്ട് വളരെയധികം സന്തോഷത്തോടെ തന്നത്. സംശയം ഉണ്ടെങ്കിൽ എന്നോട് വാ, ഞാൻ കാണിച്ചു തരാം. ഒരു സംശയമില്ല, ഓട്ടിച്ച് തന്നെ. ഓമനക്കുട്ട, ഇടുക്കിട പ്രതിമ കൊടുക്കിടാരി. ഞാൻ തുറന്നു തരാമേ. തുറന്നോ? അത്രയും ജോലി കുറഞ്ഞു. ഓമനക്കുട്ട, ഓ അവ പറഞ്ഞതുപോലെ ഇവിടെ തന്നെ നിൽക്ക്. അവൾക്കൊരു സസ്പെൻസ് ആയിക്കോട്ടെ, ഒരു ത്രില്ലറും കൂടെ ആയിക്കോട്ടെ. ശരി, ഞാനിവിടെ നിന്നോളാം. ശരി. ഇവിടെ ആരുമില്ലേ മോളെ? വന്നോ? അച്ഛനോ? ഇരിക്കച്ചാ. ദേ മക്കളെ, അപ്പം വന്നിരിക്കുന്നു. എന്താ അച്ഛാ കഴിഞ്ഞ ആഴ്ച വരാത്തത്? എന്ത് പറയാനാ മോളെ, നമ്മുടെ ക്ലിയോപാട്ര പ്രസവിച്ചു. എന്താ പട്ടികളെല്ലാം സുഖമായിരിക്കുന്നോ? എല്ലാ പട്ടികളും നിങ്ങളെ പോലെ നല്ല സ്മാർട്ട് ആയിട്ടിരിക്കുന്നു. ഞാൻ ഇപ്പൊ വന്നേ ഉള്ളൂ. അമ്മാവനയച്ച ജോലിസ് കേമം തന്നെ സംഭവിച്ചു. അത് പിന്നെ നിങ്ങൾക്കൊരു പ്രശ്നം വന്നാൽ എന്റെ പട്ടികൾക്കൊരു പ്രശ്നം വരുന്നത് പോലാ. മുത്തശ്ശൻ കഴിഞ്ഞ ജന്മത്തിൽ ഏതിനം പട്ടിയായിരുന്നാവോ? എന്റെ മുഖം കണ്ടിട്ട് ജർമ്മൻ ഷെപ്പേർഡിന്റെ ഒരു ചായ ഉണ്ടെന്നാ ജനീവിലെ ഡെങ്കിൾ സാഹിബ് പറഞ്ഞത്. പക്ഷെ പെരുമാറ്റമൊക്കെ കണ്ടാൽ ഒരു കൊച്ചു പാമറേനേന്റെ പോലെ. മതി മതി മതിയാക്ക്. അതിരിക്കട്ടെ, നിങ്ങൾ എല്ലാവരും കൂടി ഇന്ന് രാവിലെ പുറത്തെവിടെയെങ്കിലും പോയിരുന്നു? ഇവന്മാരോട്ടും പുറത്തു പോയിരുന്നു, പക്ഷെ ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. നീ പുറകു വശത്തെ കഥ കിടക്കാതെ TV കണ്ടോണ്ടിരുന്നു അല്ലേ? ഇന്ന് TV ഓൺ ചെയ്തത് പോലും ഇല്ല അച്ഛാ. നിങ്ങൾ അറിയാതെ ഈ വീട്ടിൽ നിന്ന് ഒരു സാധനം മോഷണം പോയിട്ടുണ്ട്. എന്റെ ഈശ്വരാ, സേഫ് തുറന്ന് എന്റെ ആഭരണങ്ങളും കൊണ്ട് വല്ലവനും പോയോ? പേടിക്കണ്ട, ദൈവാധീനം കൊണ്ട് സംഗതി തിരിച്ചു കിട്ടിയിട്ടുണ്ട്. പട്ടാപ്പകൽ മോഷണം നടക്കുമെന്ന് ഇനിയെങ്കിലും നീ മനസ്സിലാക്കണം. ഓമനക്കുട്ട, അതും കൊണ്ടുവരും. അയ്യോ എന്റെ അമ്മേ, ഇതാണോ? സ്വന്തം അച്ഛൻ ഒരു മകൾക്ക് ഇത്രയും ചീത്ത പറയാൻ ഒക്കുമോ ഓമനക്കുട്ട? പക്ഷെ നമ്പ്യാർ ഒരക്ഷരം മിണ്ടിയില്ല കേട്ടോ. ബോധം തെളിഞ്ഞാലല്ലേ മിണ്ടാൻ പറ്റൂ. തെളിയുന്നതിന് മുമ്പ് മുതലാളി വിളിക്കിറങ്ങിയത് നന്നായി. ഈ സാധനം ഇത്ര കുറ്റം കെട്ടതാണെന്ന് ഞാൻ അറിഞ്ഞു. അവര് പറഞ്ഞ കഥകൾ വെച്ച് നോക്കുമ്പോ സാറിനെ ചീത്ത മാത്രം പറഞ്ഞാ പോരാ. ആ കൊച്ചുമോൻ പ്രദീപ് അപ്പൂപ്പനായതുകൊണ്ട് മാത്രമാണ് പിടിച്ച് കശക്കാതെ വിട്ടത്. ആക്രിയുടെ കയ്യിൽ നിന്ന് ഞാൻ പ്രതിമ വാങ്ങിച്ചപ്പോ നീ എന്റെ മുഖം ശ്രദ്ധിച്ചോ? പിന്നെ ശ്രദ്ധിച്ചു. സന്തോഷം കൊണ്ട് സാറിന്റെ മുഖം ബുൾഡോഗിനെ പോലിരുന്നു. അതാ മുഖഭാവം മാറിയത്. അനർത്ഥങ്ങൾ പലതും ഉണ്ടാവും. ഇത് ഒഴിവാക്കാതെ ഞാൻ ഇനി വീട്ടിലേക്കില്ല. മുതലാളി തന്നെയും കാത്തിരിക്കുക. ഞങ്ങളോട് ക്ഷമിക്കണം. ഇത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നതാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഇത് നിറഞ്ഞ മനസ്സോടെ സന്തോഷത്തോടെ ഞങ്ങളോടൊരു വിരോധവും തോന്നാതെ തിരികെ മേടിക്കണം. ഇനി ഈ സാധനം കണ്ട് എനിക്ക് സന്തോഷമല്ല തോന്നുന്നത്, കലിയ വരുന്നത്. ഇത് കാരണം ഒന്നും രണ്ടും തല്ലല്ല ഞാൻ കൊണ്ടത്. എന്റെ പൊന്ന് സാറന്മാര് എന്നെ വെറുതെ ഇട്ടേക്ക്. അങ്ങനെ പറയരുത് സഹോദര. ഞങ്ങൾ ചെയ്തതിന്റെ പ്രായശ്ചിത്തം ചെയ്യാൻ അങ്ങ് ഞങ്ങൾ അനുവദിക്കണം. അതിനുള്ള പ്രായശ്ചിത്തം ഞാൻ നിങ്ങൾക്ക് തരാം.
വഴിയെ പോണ വയ്യാവേലിയെല്ലാം മുതലാളിയുടെ തലയിലാണല്ലോ വീഴുന്നത്. അതെ, ഏ? പ്രതിമ എന്റെ കയ്യിൽ ഇരിക്കുന്നത് കൊണ്ടാ. ആ. ഇതൊന്ന് ഒഴിവാക്കിത്താ. അല്ല, അത് ഞാൻ ഒഴിവാക്കി തരാം. അതിന് വഴിയുണ്ട്. അതുവരെ ഈ പ്രതിമ മുതലാളിയുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ.